വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ട് തളർന്നിട്ടുള്ളവരാണോ? രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നില്ല. നിങ്ങൾ ഈ തെറ്റ് ചെയ്യും. പ്രോപ്പർ ടൈമും കാണില്ല. യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി യൂട്യൂബ് തന്നെ നമുക്ക് വീഡിയോയിലെ ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കരുത്. അതിനു വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് വരെ എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. വ്യൂവേഴ്സ് എല്ലാം ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നിങ്ങളുടെ ചാനൽ വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ട് തളർന്നിട്ടുള്ളവരാണോ? അതോ ഇനി അതല്ല, ഡെയിലി വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, എന്നിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നുണ്ടാവും. നല്ല രീതിയിൽ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന അത്ര വ്യൂസ് കിട്ടുന്നില്ല. 5, 10, 100 വ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. എങ്കിൽ ഇനി വിഷമിക്കേണ്ട. യൂട്യൂബ് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ശരിയായ ടൈം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാത്ത ആൾക്കാർ അതൊക്കെ കണ്ട് നിങ്ങളുടെ ചാനലും മാറ്റങ്ങൾ വരുത്തിയിട്ട് അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മളിൽ പലരും നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്തിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന വ്യൂസ് കിട്ടുന്നുണ്ടായിരിക്കില്ല. വളരെ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന്റെ കാരണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലരും കാണിക്കുന്ന ഒരു തെറ്റാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ ടൈം കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. പുതിയ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ക്രിയേറ്റേഴ്സും കാണിക്കുന്ന മിസ്റ്റേക്കും ഇത് തന്നെയാണ്. അവരൊരു വീഡിയോയോ ഷോർട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യും, അതിനൊരു പ്രോപ്പർ ടൈമും കാണില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി വ്യൂസ് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാതെ നമ്മൾ ഒരു സമയക്രമം പാലിക്കാതെ തോന്നിയ സമയത്ത് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വ്യൂസ് കിട്ടണമെന്നില്ല. എല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ടായിരിക്കും, പിന്നെ ഏത് ടൈമിലാണ് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ശരിയായ ടൈം YT സ്റ്റുഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിൽ പല ക്രിയേറ്റേഴ്സ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, നമുക്ക് എത്ര വ്യൂസ് ആയി, എത്ര വാച്ച് അവർ ആയി, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ എത്ര വ്യൂസ് ആയെന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, YT സ്റ്റുഡിയോയ്ക്ക് നമുക്ക് ഉപയോഗപ്രദമായ ഒത്തിരി സെറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള ടൈം എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. താഴെ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പണായി വരും. അതിൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് ഒക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിന്റെ ഒരു ഏകദേശ രൂപമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രോപ്പർ ടൈം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കരുത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക് ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. അതിനു വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ മുകളിലായിട്ട് യൂട്യൂബ് ലോഗോ കാണാനായിട്ട് കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് നമ്മുടെ ചാനലിന്റെ പ്രൊഫൈൽ കാണാം, പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിന്റെ നെയിം ഇവിടെ ഓപ്പൺ ആയി, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി താഴെയായിട്ട് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. സൈഡിൽ മൂന്നാമതായിട്ട് കാണുന്ന അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പണായി വരും. അതിൽ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ ടൈം യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു ഗ്രാഫിലാണ് നമ്മുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്റെ ചാനലിൽ ഏതൊക്കെ ടൈമിലാണ് നമ്മുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും മുകളിലായിട്ട് ദിവസങ്ങളും സൈഡിലായിട്ട് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫില് ഡാർക്ക് ബ്ലൂ ലൈൻസും കുറച്ച് ലൈറ്റ് ബ്ലൂ ലൈൻസും കാണാനായിട്ട് കഴിയും. ഇവിടെ എൻ്റെ ചാനലില് 12 AM മുതൽ 6 AM വരെ നോക്കുകയാണെങ്കിൽ, അതായത് രാത്രി 12 AM മുതൽ രാവിലെ 6 AM വരെ നോക്കുകയാണെങ്കിൽ പിന്നെ ലൈറ്റ് ബ്ലൂ ലൈൻസ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ടൈമിൽ
എൻ്റെ വ്യൂവേഴ്സ് ആരും ആക്റ്റീവ് അല്ല എന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. പിന്നെ 6 AM മുതൽ 12 PM വരെയുള്ള ടൈം, അതായത് രാവിലെ 6 AM മുതൽ ഉച്ചയ്ക്ക് 12 PM വരെ നോക്കിയാലും ആക്റ്റീവായിട്ടുള്ള വ്യൂവേഴ്സ് ഒന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല. ഇനി നമുക്ക് 2 PM മുതൽ 6 PM വരെ നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വ്യൂവേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവാണ്, ചില ദിവസങ്ങളിൽ വ്യൂവേഴ്സ് ഒക്കെ അധികം ആക്റ്റീവ് അല്ല. അപ്പോൾ ഇനി നമുക്ക് 6 PM മുതൽ രാത്രി 10 PM വരെയുള്ള ടൈം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ദിവസവും 6 PM ശേഷം ഏകദേശം 10 മണി വരെ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ നല്ല ആക്റ്റീവായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം, ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ തന്നെ ഇരിക്കുന്ന സമയം വൈകുന്നേരം, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷവും 10 മണി വരെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ 6 മണിക്ക് ശേഷവും 10 മണിക്കകം വരെ എനിക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വൈകുന്നേരം 6 PM മുതൽ രാത്രി 10 PM വരെയുള്ള ടൈമിൽ വ്യൂവേഴ്സ് എല്ലാം ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗ്രാഫിലെ ലൈൻസ് എല്ലാം ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എൻ്റെ ചാനലിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ എൻ്റെ വ്യൂവേഴ്സ് എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സ് ഒക്കെ കണ്ട് എനിക്ക് വ്യൂസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ചാനൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുത്ത് ഗ്രാഫ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതിന് ശേഷം ഏത് ടൈമിലാണോ നിങ്ങളുടെ വ്യൂവേഴ്സ് ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ ടൈം സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോസും ഷോർട്സും ഒക്കെ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായും നിങ്ങൾ ഈ ഒരു ടൈം കീപ്പ് ചെയ്ത് വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനൽ നമുക്ക് റീച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്ന കറക്റ്റ് ഏത് ടൈമിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കേണ്ട ടൈം എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.